ലളിതാംബികയുടെ ശ്രീചക്ര രാജരഥത്തെ അസുരസൈന്യം പുറകെ നിന്ന് ആക്രമിച്ചു എന്ന് കേട്ടപ്പോൾ മന്ത്രിണി ദണ്ഡിനി ദേവികൾ രണ്ടുപേരും വന്നിട്ട് മാപ്പ് പറയുകയും ഇതിനെന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ലളിതാംബികാദേവി തൻ്റെ നിത്യാദേവികളിൽ ഒരാളായ ജ്വാലാമാലിനിയോട് കൽപ്പിച്ചു, നമ്മുടെ സൈന്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ്, അതിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അഗ്നിപ്രാകാരം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ജ്വാലാമാലിനി എന്ന് പറയുന്ന ദേവി അഗ്നിയുടെ ഒരു അധിദേവതയാണ്. എത്രയോ യോജന കിലോമീറ്ററുകൾ വിസ്താരത്തിൽ ഒരു വന്യമണ്ഡലം ഉണ്ടാക്കി. എത്രയോ ഉയരമാണ്, എത്രയോ യോജന ഉയരവും എത്രയോ യോജന നീളവുമാണ് അത്. അങ്ങനെ ശക്തിസേനയെ മുഴുവൻ അതിൽ കൊണ്ടുപോയി നിർത്തി. അതിന് കാവൽ നിൽക്കുവാൻ സാക്ഷാത് ഹയഗ്രീവനെ ഏൽപ്പിച്ചു. അങ്ങനെ ജ്വാലാമാലിനി ദേവി ഒരു അഗ്നിമണ്ഡലമുണ്ടാക്കി. അത് മാണിക്യം പോലെ തിളങ്ങി. അതിൽ വളരെ സുരക്ഷിതരായിട്ട് ശക്തിസേനകൾ നിന്നു, താമസിച്ചു. ഈ വൃത്താന്തം ഭണ്ഡാസുരൻ കേട്ടു. ഭണ്ഡപുത്രന്മാരും കൊല്ലപ്പെട്ടു. അപ്പോൾ ഇനി എന്താണ് ഉപായം എന്ന് നോക്കിയിട്ട് നേരിട്ടുള്ള യുദ്ധത്തിന് ധൈര്യപ്പെട്ടില്ല. വീണ്ടും ഒരു കുതന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിശുക്രനെ ഇത്തവണ പറഞ്ഞയച്ചു. വിശുക്രൻ ചെറിയൊരു സൈന്യമായിട്ട് രാത്രിവേളയിൽ പുറപ്പെട്ടു. ആരും കാണാത്ത രീതിയിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് കറുത്ത ആയുധങ്ങളോടും പരിവാരങ്ങളോടും കൂടിയിട്ട് ആരും കാണാത്ത രീതിയിൽ ചെന്നു. എന്നിട്ട് ദുർമന്ത്രവാദ പ്രയോഗം ചെയ്തു. എങ്ങനെയാ വെച്ചാൽ വിഘ്നയന്ത്രങ്ങളെ സൃഷ്ടിച്ചു അത്രേ. അതിന് താന്ത്രിക രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചും ദുർമന്ത്രവാദങ്ങൾ ധാരാളം ചെയ്തും ആഭിചാരിക ഹോമങ്ങൾ ചെയ്തും മൃഗബലികൾ ധാരാളം ചെയ്തും ഒരുപാട് ദുർമന്ത്രങ്ങൾക്ക് ജപിച്ചും ഈ സേനയിൽ ആലസ്യമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, ഈ സേനയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ ആ അഗ്നിപ്രാകാരത്തിൻ്റെ മുമ്പിലെത്തിയത്രേ. എന്നിട്ട് ഈ യന്ത്രം അവിടെ ഉള്ളിൽ സ്ഥാപനം ചെയ്യാൻ, നമ്മളിപ്പോൾ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്നവർ പട്ടിയും പൂച്ചയും ഒക്കെ മന്ത്രിച്ച് അവരുടെ വീട്ടിലേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ അവിടെ പോയി സ്ഥാപനം ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്ന അതേ കാര്യം തന്നെയാണ് അവർ അന്ന് ചെയ്തതായിട്ട് പറയുന്നു. ധാരാളം മൃഗബലികളൊക്കെ ചെയ്തു അത്രേ, ധാരാളം ദുർമന്ത്രവാദികളൊക്കെ കൊണ്ടുവന്നു അത്രേ. എന്നിട്ട് ധാരാളം നശി മശി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചു. അത് ഫലിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. ഈ മന്ത്രപ്രയോഗങ്ങളുടെ ലക്ഷ്യം ഇങ്ങനെയായിരുന്നു അത്രേ: അലസത, കൃപണത, ദൈന്യത, നിദ്ര, തന്ത്ര, പ്രമീളിക, ക്ലീബത്വം, നിരഹങ്കാരിത്വം. ഈ മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മടിയുണ്ടാവും അത്രേ. അതുപോലെ ആവശ്യമില്ലാത്തവരോട് കാരുണ്യം ഉണ്ടാവും, നമ്മളെ കൊല്ലാൻ വരുന്നവരോട് കാരുണ്യം ഉണ്ടാവും. അതുപോലെ ദൈന്യത, എനിക്ക് ഒന്നിനും കഴിവില്ല എന്നുള്ള തോന്നൽ, ഉറക്കം. അതുപോലെ മടി പിടിച്ച് കിടക്കുക, തന്ത്ര. പ്രമീളിക, വേണ്ട എന്ന് തോന്നൽ. ക്ലീബത്വം, നമ്മൾ ശക്തിയില്ല എന്ന് നമുക്ക് തോന്നൽ. നമ്മുടെ യജമാനനോട് നമുക്ക് മമതയില്ലാത്ത നിരഹങ്കാരിത്വം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും അത്രേ. അങ്ങനെ ഈ വിഘ്നയന്ത്രങ്ങളോടുകൂടിയാണ് ഈ വിശുക്രൻ അവിടെ ചെന്നത്. ആ അഗ്നിപ്രാകാരത്തിൻ്റെ പുറകെ നിന്നുകൊണ്ട് ശക്തമായ, ആദ്യം ഇയാൾ എറിഞ്ഞു നോക്കി, അത് എത്തുന്നില്ല, എത്രയോ ഉയരമാണ് അഗ്നിപ്രാകാരം. അതുകൊണ്ട് ശക്തമായ യന്ത്രങ്ങളൊക്കെ ദൂരെ സ്ഥാപനം ചെയ്തു. അങ്ങനെ ആരും കാണാതെ ഈ വിഘ്നയന്ത്രങ്ങളെ ദേവിയുടെ
ആ സൈന്യത്തിൻ്റെ നടുക്ക് ഇയാൾ എറിഞ്ഞു, അത് അവിടെ സ്ഥാപിക്കപ്പെട്ടു എന്ന് അതിശയമാം വണ്ണം ദേവി ഇതൊന്നും അറിയുന്നില്ല. ദേവി സർവജ്ഞയാണ്. ദേവിക്ക് കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രമേ കാണുള്ളൂ എന്നൊന്നുമില്ല. സഹസ്രാക്ഷി സഹസ്രപാദ്, കാണുന്നതെല്ലാം ദേവിമയം. എങ്കിലും ദേവി അറിയാത്ത മട്ടിലിരുന്നു. ദേവിയുടെ തിരുസന്നിധിയിൽ തന്നെ ഈ വിഘ്നയന്ത്രങ്ങളൊക്കെ അതിശയമാം വണ്ണം പ്രവർത്തിച്ചു തുടങ്ങി. അങ്ങനെ ദേവിയുടെ സൈന്യത്തിലുള്ളവർക്കൊക്കെ മാറ്റം കണ്ടു അത്രേ പെട്ടെന്ന്. ഇതൊന്നും മറ്റുള്ളവർ അറിയുന്നില്ല. ദേവി അറിയുന്നുണ്ടെങ്കിലും പറയുന്നില്ല, നിസ്സംഗയായിട്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ശക്തിസേനയിലൊക്കെ ഒരു അലസത ബാധിച്ചു. മുതലാളിമാർ ആരൊക്കെയോ സൂഹിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പണിയെടുത്ത് ചാവേണ്ട കാര്യമൊന്നുമില്ല. വിചിത്രമായ വാദങ്ങളൊക്കെ പറയുന്നു അത്രേ. അവർക്ക് മടി പിടിച്ചു എന്നർത്ഥം. നമ്മൾ ഇനി യുദ്ധത്തിനൊന്നും പോകണ്ട, അവർ സൂഹിക്കാൻ വേണ്ടി നമ്മളെന്തിനാണ് യുദ്ധത്തിന് പോകേണ്ടത് എന്നൊക്കെ ഞാൻ ഇനി യുദ്ധത്തിനില്ല എന്നൊക്കെ പറഞ്ഞ് ആയുധങ്ങളൊക്കെ താഴെ വെച്ചു. അതുപോലെ ഉറങ്ങിയത്രേ. പകുതി പേര് ഉറക്കത്തിലാണ്. പകുതി പേര് പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും അസുരന്മാരും അമ്മയുടെ മക്കളല്ലേ, അവരെ കൊല്ലാൻ പാടുണ്ടോ? വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ യുദ്ധത്തിനാണ് വന്നിരിക്കുന്നത്. അഹിംസയാണ് നമുക്ക് വേണ്ട ധർമ്മം, നമ്മളിനി സത്യാഗ്രഹം ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ വളരെ വിചിത്രമായിട്ടുള്ള ഗാന്ധിസം അതൊക്കെ പറയാൻ തുടങ്ങിയത്രേ. അങ്ങനെ ഇവർക്ക് മടി പിടിച്ചു. ഇവർക്ക് ആവശ്യമില്ലാത്ത കാരുണ്യം വന്നു, ഉറക്കം വന്നു, പ്രമാദം വന്നു, ക്ലീബത്വം വന്നു. ഇവർക്ക് യുദ്ധം ചെയ്യണമെന്നുള്ള തോന്നൽ നഷ്ടപ്പെട്ടു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.